സനാതനധർമ്മത്തിന്റെ വക്താവായി ശ്രീനാരായണ ഗുരുവിനെ മാറ്റാൻ സംഘടിത ശ്രമം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുവിനെ ജാതിയുടെ കള്ളിയിൽ ഒതുക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എല്ലാത്തിനെയും ദൈവമായി കാണുന്ന സനാതനധർമ്മത്തെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. സനാതനധർമ്മം ഉന്മൂലനം ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ ആരോപിച്ചു. ജാതി വിവേചനത്തിനെതിരെ പോരാടിയ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കാനാണ് സംഘപരിവാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ആ ധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. സനാതന ഹിന്ദുത്വം എന്നതിലൂടെ രാജാധിപത്യ ഹിന്ദുത്വമാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സംഘപരിവാർ വിമർശനത്തോടെ SNDP ജനറൽ സെക്രട്ടറി ഇങ്ങനെയാണ് പ്രതികരിച്ചത്. നമ്മുടെ ആരാധനാമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിൻ്റെ പേരിൽ വിമർശനം ഉന്നയിക്കുന്നവരുണ്ടാകാം. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. സനാതന ധർമ്മ പ്രകാരം എന്തിനും ദൈവമുണ്ട്. മുഖ്യമന്ത്രിയുടെ വിമർശനം BJPയെ ചൊടിപ്പിച്ചു. മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാത്രം വായിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയും. ആ വിഡ്ഢിത്തരങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനുവരി 5-നാണ് ശിവഗിരി തീർത്ഥാടന സമ്മേളനം സമാപിക്കുക. മീഡിയ 1 തിരുവനന്തപുരം.